സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കേരള റിലീസ് പോലെ ഒരു സിനിമയുടെ കളക്ഷനെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നതാണ് ആ സിനിമയുടെ ഗൾഫ് റിലീസും. കേരളത്തിൽ എന്ന പോലെ മലയാള സിനിമയ്ക്ക് ഗൾഫ് നാടുകളിൽ വമ്പൻ സ്വീകരണം ലഭിക്കാറുണ്ട്. 2017 റിലീസായ സിനിമകളുടെ UAE കളക്ഷൻ എത്രയൊക്കെ എന്നും ഏത് സിനിമയാണ് മുൻപിലെന്നും നമുക്ക് നോക്കാം. മഹേഷ് നാരായണന്റെ ടേക്ക് ഓഫ് എന്ന ചിത്രമാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ UAE കളക്ഷൻ നേടിയ സിനിമകളിൽ അവസാനത്തേത്. 4 കോടി 10 ലക്ഷം കളക്ഷൻ നേടി സിനിമ പ്രദർശനം തുടരുകയാണ്. 12 വർഷത്തിലേറെയായി എഡിറ്ററായി പ്രവർത്തിച്ച മഹേഷ് നാരായണൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് ടേക്ക് ഓഫ്. കേരള ജനതയെ ഭീതിയുടെയും ദുഃഖത്തിന്റെയും കൊടുമുടിയിലാഴ്ത്തിയ സംഭവവികാസത്തിന്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ് ടേക്ക് ഓഫ്. 4ാം സ്ഥാനത്ത് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ അങ്കമാലി ഡയറീസ് ആണ് ഇടം നേടിയിരിക്കുന്നത്. 4 കോടി 20 ലക്ഷം രൂപയാണ് സിനിമ ഇതുവരെ സമ്പാദിച്ചു കൂട്ടിയത്. പുതുമുഖങ്ങളെ അണിനിരത്തി ലിജോ ഒരുക്കിയ മറ്റൊരു റിയലിസ്റ്റിക് സിനിമയാണ് അങ്കമാലി ഡയറീസ്. പ്രശസ്ത നടൻ ചെമ്പൻ വിനോദ് ജോസ് ആണ് സിനിമയുടെ തിരക്കഥ ഒരുക്കിയത്. 3ാം സ്ഥാനത്ത് ഇടം നേടിയിരിക്കുന്ന ദുൽഖർ സൽമാൻ ചിത്രം ജോമോന്റെ സുവിശേഷങ്ങളാണ്. 5 കോടി 15 ലക്ഷം രൂപയാണ് സിനിമ നേടിയത്. മലയാളത്തിന്റെ പ്രിയ സംവിധായകൻ സത്യൻ അന്തിക്കാടും ദുൽഖറും ആദ്യമായി ഒന്നിച്ച സിനിമ ആയിരുന്നു ജോമോന്റെ സുവിശേഷങ്ങൾ. മുകേഷ് ദുൽഖർ കൂട്ടുകെട്ടായിരുന്നു സിനിമയുടെ മുഖ്യ ആകർഷണ ഘടകം. 2ാം സ്ഥാനത്ത് മോഹൻലാൽ ചിത്രം മുന്തിരിവള്ളികൾ തളിർക്കുമ്പോഴാണ്. 6 കോടി 27 ലക്ഷം രൂപയാണ് ചിത്രം നേടിയിരിക്കുന്നത്. വെള്ളിമുങ്ങ എന്ന വൻ വിജയത്തിന് ശേഷം ജിബു ജേക്കബ് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. സിന്ധുരാജാണ് സിനിമയ്ക്ക് തിരക്കഥയൊരുക്കിയത്. ദൃശ്യത്തിന് ശേഷം മോഹൻലാൽ മീന കൂട്ടുകെട്ടിൽ അഭിനയിച്ച സിനിമ മറ്റൊരു ഗംഭീര വിജയമായിരുന്നു. മമ്മൂട്ടിയിലെ താരത്തിന് പുത്തൻ ഉണർവ് സമ്മാനിച്ച നവാഗതനായ ഹനീഫ ദനി സംവിധാനം നിർവഹിച്ച ദ ഗ്രേറ്റ് ഫാദർ ആണ് UAE കളക്ഷനിൽ 1ാം സ്ഥാനത്ത്. റിലീസ് ചെയ്ത് 3 ദിവസം കൊണ്ട് സിനിമ നേടിയത് 7 കോടി 25 ലക്ഷം രൂപയാണ്. മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് സിനിമ എന്നതിനപ്പുറത്തേക്ക് കാമ്പുള്ള കഥയുടെ അവതരണം കൂടി ചേർന്നപ്പോൾ പ്രേക്ഷകരുടെ കുത്തൊഴുക്കാണ് തിയേറ്ററുകളിൽ. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.